എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഒരായിരം നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഉറ്റപ്പ ചങ്ക് സനൽബ്രോയുടെ വീടിന് തൊട്ടടുത്തുള്ള വേറൊരു വീട്ടിലാണ്. പുള്ളി വീടൊക്കെ മേടിച്ച് മാറി, പക്ഷേ പുള്ളിക്ക് പിന്നെ ഒരു ആഗ്രഹം, വേറൊരു വീടിവിടെ മേടിച്ചാലോ എന്നൊരു ചെറിയ ആഗ്രഹം. അപ്പം നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുണ്ട്, അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്നിട്ട് വില പറഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ സനൽ മേടിക്കോ? നമ്മുടെ സനൽബ്രോ ഈ വീടൊക്കെ ഇഷ്ടപ്പെട്ടു? നിങ്ങൾ കയറി കണ്ടു, ഇഷ്ടപ്പെട്ടോ? അടിപൊളി വീടല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ രണ്ടുപേരാണ്. രണ്ടുപേരും പേര് പറഞ്ഞേ. എൻ്റെ പേര് ആൻ്റണി വർഗീസ്, ഏജൻസി HQ മെൽബണിൻ്റെ ഡയറക്ടറാണ്. ബ്ലസൻ തങ്കച്ചൻ, ഞാനിവിടെ ക്ലൈഡ് നോർത്തിലാണ് ഏജൻസി HQ ആൻ്റണിയോട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇതിൻ്റെ ഗുണമെന്ന് ഇവർ രണ്ടുപേരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീട് വിൽക്കാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ സനലിൽ അവിടെ വന്നപ്പോൾ നമ്മൾ ഇന്ന് കയറി എല്ലാം കണ്ടുപോയി. പിന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയും ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രം നമ്മൾ വന്നതാണ്. തീർച്ചയായിട്ടും. ഇനി പറയാൻ പറ്റില്ല, അവസാനത്തെ ജിഷ എൻ്റെ കൂടെ ഉണ്ട്. ജിഷ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് ഇനി മേടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും വലിയ വിഷയമാണ്. വൈകിട്ട് ടോക്കൺ കൊടുക്കാല്ലേ? ജിഷ, ഇത് നിനക്ക് ഈ ഇതൊക്കെ മേടിച്ചിട്ട് അവസാനം സനലിന് പകരം നീ മേടിക്കണം എന്ന് പറയുമോ? അപ്പം കുഴപ്പമില്ല, ആ ഒരു ഗുണം കൊണ്ട് കേട്ടോ. നല്ല ഏരിയ കേട്ടോ ഇത്, നല്ല ഏരിയ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയാം, എന്താ നിങ്ങളുടെ ഈ മുമ്പേ പറഞ്ഞ കണക്ക് എന്താണ്? അതായത് പൊതുവായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട് വിൽക്കപ്പെടാൻ നേരത്ത് ഒത്തിരി ആൾക്കാർ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട പ്ലാനിങ് ഒക്കെ ചെയ്ത് വീട് മാർക്കറ്റിൽ ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമ്മൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ വീട് അപ്പോൾ ഒരു 2 ഇൻസ്പെക്ഷൻ നമുക്ക് നടന്നിട്ടുള്ളൂ. ഇൻസ്പെക്ഷൻ പ്രകാരം നമുക്ക് ഒരു 10 പേര് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തി. സാറ്റർഡേ ആണെങ്കിലും സൺഡേ ആണെങ്കിലും വളരെ നല്ല രീതിയിൽ ക്യാമ്പയിൻ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ബ്ലസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആക്റ്റീവ് ഏജന്റ് ആണ് ഈ പറയുന്ന ക്ലൈഡ് ഏരിയയിൽ. ചുരുക്കം പറഞ്ഞാൽ ഈ ഇവിടെയൊക്കെ വീടൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ നിങ്ങളെ ബന്ധപ്പെടുക. ഉറപ്പായിട്ടും റെന്റൽ കൊടുക്കാനാണെങ്കിലും വിൽക്കാനാണെങ്കിലും വാങ്ങിക്കാനാണെങ്കിലും നമ്മൾ ഏജൻസി HQനെ ബന്ധപ്പെടുക, എന്നെ വിളിക്കുക, അല്ലെങ്കിൽ ആന്റണിയെ വിളിക്കുക. ഇതിപ്പോൾ ആൾക്കാർക്ക് ഇതെല്ലാം ഒരു പ്രൊമോഷൻ ഒന്നുമില്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ് സംഭവം. തീർച്ചയായിട്ടും ബെനിച്ച, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇപ്പോൾ വാങ്ങാൻ വന്നു, അദ്ദേഹത്തിന്റെ നമുക്ക് ഫീഡ്ബാക്കും കൂടി കേൾക്കാം. അതെ. അപ്പോൾ ഈ വീടൊക്കെ നമ്മളെ കാണിക്കല്ലേ? ഉറപ്പായിട്ടും. അതിനു മുമ്പേ ഒരു ബിഗ് ക്വസ്റ്റ്യൻ, ഈ വീടിന് എത്രയാണ് വില വരുന്നത്? ഓണർ എക്സ്പെക്ട് ചെയ്യുന്നത് 1.150 to 1.265 എക്സ്പെക്ട് ചെയ്യുന്നത്. മില്യൺ. അത് മെൽബൺ തൊട്ടടുത്താണ്. ഈ ക്ലൈഡ് എന്ന് പറഞ്ഞ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് അല്ലേ? ക്ലൈഡ് നോർത്ത്, അതായത് ഒത്തിരി പുതിയ വീടുകളൊക്കെ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. അതായത് ഇതിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മുടെ ബെറിക് വാട്ടേഴ്സ് ആണ്. അത് ഒരു എക്സ്പെൻസീവ് ഒരു ഏരിയ, ഒരു പ്രീമിയം ഇതാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ടൂർ തുടങ്ങി അകത്തോട്ട് കയറിയാലോ? ഉറപ്പായിട്ടും വെൽക്കം. ഈ വീട് ഡബിൾ സ്റ്റോറി അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 530 ലാൻഡ് ഉണ്ട്. അതായത് സൈഡ് ആക്സസ് ഉണ്ട്, നമുക്ക് കാറോ കാരാനോ പാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 2 ഓൺ-സ്യൂട്ട് ആണ്. അത് വളരെ റെയർ ആണ്. താഴെ ഒരു ഓൺ-സ്യൂട്ട്, മുകളിൽ ഒരു ഓൺ-സ്യൂട്ട്, മൊത്തത്തിൽ 5 ബെഡ്റൂം 4 ടോയ്ലറ്റ്. ചുരുക്കം പറഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വീട് നമ്മൾ നേരെ ഞങ്ങൾ പണിയായിരുന്നു. ഇപ്പം സനലാണെന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് പണിയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വേറൊരു ദോഷവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമുക്ക് ഗുണമുണ്ട് ദോഷമുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സെറ്റായി കിടക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് പായം തലമുറ കൊണ്ട് കയറിക്കൊണ്ടാൽ മതി അല്ലേ? എല്ലാം പണിത് ഇവിടെ തന്നെ ഗാർഡനൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല റോസസ് ഒക്കെ ഇങ്ങനെ അല്ലെ പൂത്തളഞ്ഞ് മണമായിട്ട് നിൽക്കുന്നു. എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഇത് വലിയ ഗരാജാണ് തോന്നല്ലേ? ഡബിൾ ഗരാജ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കയറിയാൽ മാത്രം. അതുപോലെ ഇവിടുത്തെ ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും 530 ലാൻഡ് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. അതുമല്ല അഥവാ കിട്ടിയാൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുപോലെ ഇത്ര ഒരു വീട് പണിയാന്ന് പറഞ്ഞാൽ ഇച്ചിരി എക്സ്പെൻസീവാണ്. അപ്പൊ നമുക്ക് അതോട് കയറിയാലോ? ഇത് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ തൊട്ട് സൈഡിൽ റൈറ്റ് സൈഡിൽ നമുക്കൊരു ചെറിയ ലിവിംഗ് സ്റ്റഡി ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്കൊരു ഓൺ-സ്യൂട്ട് ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. ഇവിടെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. താഴത്തെ ഡൗൺ സ്റ്റേഴ്സിലെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ അതിന്റെ ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. അറ്റാച്ച്ഡ് ആണ്. ഇതിനോട് തന്നെ അറ്റാച്ച് ടോയ്ലറ്റ് ഉണ്ട്. അതുപോലെ ബാത്ത് ഉണ്ട്. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ലോണ്ടറി അല്ലേ? ലോണ്ടറി ഉണ്ട്. ഈ സൈഡിൽ ഒരു പൗഡർ റൂം, ടോയ്ലറ്റ്, ചെറിയ ടോയ്ലറ്റും വാഷും എല്ലാം കൂടെ ഉള്ള. ഇവിടുന്ന് ഗരാജിലോട്ടുള്ള ആക്സസ് ഉണ്ട്. ഈ ബാക്ക് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഗരാജിലോട്ട് ആക്സസ് ഉണ്ട്. ചോദിക്കുന്നുണ്ടല്ലോ. ഇല്ല, സനലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഈ കിച്ചൺ. സനലിനോട് എപ്പോഴും ഫാമിലിയിൽ നിന്ന് ചോദിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് അടിപൊളിയായിട്ടൊരു കിച്ചൺ വേണം, 900 അപ്ലയൻസസ് വേണം, 40 mm ബെഞ്ച് ടോപ്പ് വേണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടമായത് വാക്കിൻ പാൻട്രിയാണ്. സനലിനെ കൊണ്ട് നമുക്കൊന്ന് കാണിക്കാം. നല്ല വാക്കിൻ പാൻട്രിയിൽ ഇതിന്റെ അകത്ത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ടൊരു നമുക്കൊരു വാഷ് ബേസിൻ ഉണ്ട്. അരിയും സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റാക്സ് ഉണ്ട്. സ്പേഷ്യസ് ആണ്. പിന്നെ ഏറ്റവും അട്രാക്ഷൻ തോന്നിയതാണെന്ന് അറിയാമോ? ഇതിന്റെ സ്മെഗ് അപ്ലയൻസസ്, നല്ലൊരു ബ്രാൻഡ് അപ്ലയൻസസ് ആണ് ഇതിന്റെ സ്മെഗ് എന്ന് പറഞ്ഞു വെച്ചേക്കുന്നത്.
പ്രത്യേകിച്ച് ഇതല്ലേ? അതെ ഹെൻലിക്കുള്ള ഒരു പ്രധാന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കസ്റ്റം ബിൽഡ് ആയതിന്റെ പേരിൽ അവർ മനോഹരമായിട്ട് നമ്മൾ പറയുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഉണ്ടാക്കും. കൂടാതെ തന്നെ അടുത്തൊരു കാര്യം ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ പ്ലാന്റേഷൻ ഷട്ടറും അതിന്റെ പുറകെ. അതാണ് ഞാൻ ചോദിക്കാൻ പറ്റുമായിരുന്നു. അതായത് നമ്മൾ സാധാരണ കർട്ടനേക്കാൾ ഈ പ്ലാന്റേഷൻ ഷട്ടറിന് വില കൂടുതലുമാണ്, നല്ല ഒരു മനോഹരമാണ് സംഭവം. അതെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ലൂവേഴ്സ് പോലെയുള്ള ഒരു അതൊന്ന് അടച്ചു കാണിച്ച സംഭവം. അതിനെന്താ ഇത് പെട്ടെന്ന് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് ഇത് നമുക്ക് വെയിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സമ്മർ സീസണിൽ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് ഈ ഒരു രീതിയിൽ. അതോടൊപ്പം തന്നെ ഇടയ്ക്കൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ക്യാമറകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അടുത്തൊരു പ്രത്യേകത പുള്ളിക്ക് വളരെ ഇംപ്രസീവ് ആയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് കിച്ചൺ. സനല് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മീൻ വറുക്കാൻ നേരത്ത് നമുക്ക് ആ ഒരു നമുക്ക് സ്മെല്ല് ഇവിടെ വേണ്ട. അപ്പൊ സനല്ലേ കാണ്, അടിപൊളിയായിട്ടുള്ള വേറൊരു സെക്കൻഡ് കിച്ചൺ ഇവിടെ ഉണ്ട്. സോഫ്റ്റ് ടോപ്പ് ക്യാബിനറ്ററീസ് ഉണ്ട്. എക്സ്ട്രാ ആയിട്ടുള്ള ഈ പറയുന്ന നമുക്ക് എക്സോസ്റ്റ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരുന്ന് പുള്ളിക്ക് പാർട്ടി കൂടണമെന്നുണ്ട്. പാർട്ടി കൂടാൻ നേരത്തെ ചില സമയത്ത് കാറ്റടിക്കുമല്ല, അതിനുവേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്ലൈഡിംഗ് ഡോർ വെച്ച് ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇദ്ദേഹം ചോദിക്കും, ആന്റണി നമുക്ക് കാറ്റ് വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടി ഇങ്ങോട്ട് കയറും, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഈച്ച അതുപോലുള്ള കാര്യങ്ങൾ കയറാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവിക്കുന്നതിന് പകരം നമുക്ക് ഇവിടെ ഒരു സ്ക്രീനിങ് വെച്ചിട്ടുണ്ട്. സ്ക്രീനിങ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇത് സംഭവം ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് കിച്ചൺ അല്ലേ? അതായത് വിന്റർ സമയത്ത് ആദ്യം നമ്മൾ മാക്സിമം 3 months വരെയായിരിക്കും നമ്മൾ ഈ അൽഫ്രാസ്കോ യൂസ് ചെയ്യുന്നത്. കവർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് അത്ര ഒരു യൂസ് കിട്ടുക. പിന്നെ സനലെ നമുക്ക് പാർട്ടികൾ നടത്തണ്ടേ? സനലിന് ഇടയ്ക്ക് പാർട്ടികൾ നടത്തണം, അതായത് പെരവാർപ്പ് നടത്തണം, വീട്ടിൽ വരുന്ന ഈ പറയുന്ന ബർത്ത്ഡേ ഫംഗ്ഷനുകളൊക്കെ നടത്തണം. അപ്പോൾ നമുക്കൊരു ആൽഫ്രസ്കോ ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഇരിക്കാനുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. കുട്ടികൾ വരാൻ നേരത്തെ അവർക്ക് കളിക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ലോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സനലിന് ആൽഫ്രസ്കോ ആയാലും നല്ല മനോഹരമാണ്. അവിടെ നല്ല ദൂരം, അതായത് ഇത്രയും വലിപ്പം ഉണ്ടല്ലോ. സാധാരണ ഇവിടെ ഇങ്ങനെ ഇത്രയും സൗകര്യം അല്ലേ കിട്ടുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ലക്ഷറി അല്ലേ. ഇവിടെ അവക്കാഡോയും ചെറിയ കൃഷിയും റോസയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ വലിയൊരു ഗേറ്റ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് അകത്തോട്ട് കയറ്റി. സനലിന് ബോട്ട് മേടിച്ചു കഴിഞ്ഞാലേ റിവേഴ്സ് അങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട് കൊണ്ടുപോകാം. ബോട്ട് മേടിച്ചിടുകയുള്ളൂ പുള്ളിനകത്ത്. അപ്പൊ അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർക്ക് കളിക്കാനാണ് ലോൺ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അത് കൂടാതെ സനലിനെ സംബന്ധിച്ചിടത്തോളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഷെഡ് ഉണ്ട്, വാട്ടർ ടാങ്ക് ഉണ്ട്, പിന്നെ കൊലയും വേണമെങ്കിൽ വെട്ടാം. കൊലച്ചു ഓൾറെഡി. നമ്മുടെ കിച്ചണിൽ നിന്ന് ഒരു വലിയ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ഗ്ലാസ് വിൻഡോ. അതിൽ കൂടെ നമുക്ക് ഈ ഗാർഡൻ, മനോഹരമായ ഗാർഡൻ കാണാം. കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആസ്വദിച്ചോണ്ട് ചെയ്യാൻ പറ്റും. ആർക്കാണ്ട് വേണ്ടി നമുക്ക് ആ പ്രകൃതി കരിമ്പ് ആണ്ടൊക്കെ ഉണ്ടല്ലോ അവിടെ. കരിമ്പൊക്കെ ഉണ്ട്. ഫെൻസിൽ ഇങ്ങനെ ഒരു ഗ്രീനറി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിരിക്കും നോക്കുമ്പോൾ. നല്ല ഭംഗിയാണ്. ഇതിപ്പം ഇനിയിപ്പം മുകളിലുണ്ടല്ലേ? മുകളിലുണ്ട്. ടോട്ടൽ ഇത് 5 bedroom അല്ലേ? 5 bedroom. ഓക്കെ. നമ്മളിപ്പോ താഴെ ഒരു ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. താഴെ ഒരു മാസ്റ്റർ ബെഡ്റൂം, മേളിൽ 4. അപ്പൊ ഒരു മാസ്റ്റർ ബെഡ്റൂം, 3 കൊച്ചു ബെഡ്റൂം. അപ്പം സമയങ്ങളുണ്ട് നേരെ മുകളിലേക്ക്. ഒരു നല്ല ഒരു കയറി വരുമ്പോൾ തന്നെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ഒരു ലോഞ്ച് ഉണ്ട്. TV റൂം എന്ന് പറയാം. നമുക്ക് ഇവിടെ TV ഒക്കെ വെച്ച് കാണാവുന്നതാണ്. ചെറിയ സെക്യൂരിറ്റി ക്യാമറാസ് ഉണ്ട്. സെക്യൂരിറ്റി സ്ക്രീൻ അത്. അതുപോലെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് മെയിൻ മാസ്റ്റർ ബെഡ്റൂം. ഇതാ മെയിൻ മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ. ഞാനൊരു താഴത്തെ മാസ്റ്റർ ബെഡ്റൂം ഇല്ല, അത് മാസ്റ്റർ ബെഡ്റൂമാ. പക്ഷേ ചെറുതാ. ഗസ്റ്റ് റൂം ആയിട്ടാണ് നമ്മൾ സാറിന് മെയിൻ മാസ്റ്റർ ബെഡ്റൂം. ഇത് നമ്മുടെ വാക്കിൻ റോബ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡില് വാക്കിൻ റോബ്. ഇവിടുന്ന് നല്ല വ്യൂ ആണ് വെളിയിലോട്ട്. ഇഷ്ടം പോലെ വ്യൂ, നല്ല അടിപൊളി മനോഹരമായ വ്യൂ ആണ്. നല്ലൊരു വലിപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെ. ഇവിടെ നമ്മുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ്. ഇതിനകത്ത് തന്നെ ടോയ്ലറ്റും ഉണ്ട്. അപ്പം നല്ല ഹെൻലിയുടെ നല്ലൊരു ഫ്ലോർ പ്ലാനാ. ഈ ഫ്ലോർ ഉണ്ടല്ലോ ഭയങ്കര ഒരു വെട്ടിത്തിളങ്ങുന്നു. അതിന്റെ പ്രത്യേകത എന്നാ സംഭവം? പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഫ്ലോറിങ്ങിന് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇവര് ഓണേഴ്സ് ഈ ഹെൻലിയുമായിട്ട് വീട് പണിത് കഴിഞ്ഞപ്പോ അവർക്ക് സ്വന്തമായിട്ട് വേറെ തേർഡ് പാർട്ടീനെ എൻഗേജ് ചെയ്തുകൊണ്ട് ഫ്ലോറിങ് ചെയ്തു. അപ്പൊ ആ ഫ്ലോറിങ്ങിനുണ്ടായ ഓപ്ഷൻസ് ആണ് ഒന്ന് ഈ ഗ്ലേസിംഗ് ഉള്ള ലാമിനേറ്റഡ് ഫ്ലോറിങ്, അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫ്ലോറിങ്, അല്ലെങ്കിൽ സാധാരണ ടൈൽസ്.
അവർ ചൂസ് ചെയ്തത് ഈ ഗ്ലേസിംഗ് ആയി വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ മനോഹരമാണ്. കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലിറ്റർ. നമ്മുടെ അട്രാക്ഷൻ അല്ലെ, പെട്ടെന്ന് ഐ എപ്പിയിൽ എന്നൊക്കെ പറഞ്ഞൊക്കെ പെട്ടെന്ന് അതിനകത്തൊരു നോട്ടം വരും. നമ്മൾ എപ്പോഴും ഒരു എന്താ പറഞ്ഞ ഒരു ഇതൊക്കെ ചെയ്തിട്ടേക്കുന്ന കണക്ക് കണ്ണെടുത്തിട്ടില്ല. പുള്ളി താഴെ നോക്കുന്നത്. 3 ബെഡ്റൂം ഇവിടെ വേറെ ഉണ്ട്. അത് അവർക്കുള്ള ടോയ്ലറ്റും ബാത്റൂമാണ് ഇത്. റൈറ്റ് സൈഡിൽ ബാത്റൂം, റൈറ്റ് സൈഡ് ബാത്റൂം. ഇതൊരു കിഡ്സ് റൂമാണ്, ചെറിയ റൂമാണ്. ഈ കാണുന്നത് കിഡ്സ് റൂമാണ്. കിഡ്സ് ചെറുതാന്ന് പറഞ്ഞാൽ ബെഡ്റൂം വലുതാണ്. കബോർഡ്സ് ഒക്കെ ഓണർ എക്സ്ട്രാ ചെയ്തതാണ്. അതൊരു സ്റ്റോറേജ്, നമുക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ഷീറ്റ്സോ അങ്ങനത്തെ എന്തെങ്കിലും ലോണ്ടറി പോലത്തെ ഒരു സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇതാണ് അടുത്തൊരു ബെഡ്റൂം. ഇത് അല്ലേ? ഇത് ഇതും എനിക്ക് അത്യാവശ്യം വലിയ വലിപ്പമുള്ള ബെഡ്റൂമാ. നല്ല ബെഡ്റൂം. അതുപോലെ തന്നെ ഇവിടെ ഒരു വോക്കിൻ ഡ്രോപ്പ് ഉണ്ട്. വോക്കിൻ ഡ്രോപ്പ് ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ഫൈനൽ ലാസ്റ്റ് ബെഡ്റൂം. 4 ബെഡ്റൂം അല്ലേ? മൊത്തത്തിൽ 5 ബെഡ്റൂം ഉണ്ട്. താഴെ ഒന്ന് മോളി 4 അല്ലേ? മോളി 4. 2 മാസ്റ്റർ ബെഡ്റൂമും 3 സാധാരണ റൂം. ഇതിപ്പം ലാസ്റ്റ് ബെഡ്റൂം. അവിടെ ഉണ്ടല്ലോ, അവിടെ ഒരു വോക്കിൻ ഡ്രോപ്പ് ഉണ്ട്. നല്ല മനോഹരമായ ഒരു വീട്. സൺലെ നിങ്ങൾ എടുക്കുന്നെങ്കിൽ എടുക്കുക, അല്ലെ ജിഷ ഇപ്പൊ ഓക്കെ പറയാന്ന് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ചുമ്മാ സൺലിൽ ഇപ്പം കൈ കൊടുക്കാൻ തോന്നും. ഏതായാലും വളരെ മനോഹരമായ ഒരു വീട്. ഈ ടൂർ ഒക്കെ കാണിച്ചതിന് വളരെ സന്തോഷം കേട്ടോ. നമുക്ക് അടുത്ത ചൊവ്വാഴ്ച, അടുത്ത ദിവസമാണെങ്കിൽ ചിലപ്പോൾ ലോട്ടറി എടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ പുള്ളി കൊണ്ടുപോകും. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റിയൊക്കെ പറയാനുള്ളത് ആന്റണിയും നമ്മുടെ ബ്ലസ്സിനും? എന്നാണ് അതായത് ബിന്ദിച്ച, ഏറ്റവും ആദ്യം തന്നെ നിങ്ങളോട് വളരെ നന്ദി പറയുന്നു. ഇത്ര നേരം ഞങ്ങളെ കേട്ടിരുന്നല്ലോ. അത് മാത്രമല്ല, ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് എന്ന നിലയ്ക്ക് നമ്മുടെ സനല് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വീടിനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലം വാങ്ങി വീട് പണിത് വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് ഇതിൻ്റെ അകത്ത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ പാരൻസ് വന്നിട്ടുണ്ട് അല്ലേ? അമ്മിച്ചി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അമ്മിച്ചിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാത്ത ഒരു വീട്, അല്ലെങ്കിൽ താഴെ ഒരു ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം താഴെയുണ്ട്. അതിൻ്റെ അകത്ത് ടോയ്ലറ്റും കൂടി ഉള്ളപ്പോൾ അത് വളരെ സൗകര്യമായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ബ്ലസൻ ഇവിടെ ഉണ്ട്. ഈ ഏരിയയിൽ, പ്രത്യേകിച്ച് മെൽബണിന്റെ ഈസ്റ്റ് ഏരിയയിൽ ബ്ലസൻ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മെൽബൺ ഓൾ ഓവർ ഉണ്ട്. അതോടൊപ്പം തന്നെ ബെന്നിച്ചൻ വന്നു കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അതായത് നമ്മുടെ വീട് മേടിക്കാൻ ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെ, എന്ത് കാര്യത്തിനും ബ്ലസ്സിനെ അല്ലെ ആന്റണി ഇതല്ലേ സിനിമാടൻ്റെ. ഞാൻ ആദ്യം ഒരു സിനിമാടനായിരിക്കും. ഇവിടെ ഇരിപ്പുണ്ട്. എന്താണ് ബ്ലസ്സിന് ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? അപ്പോൾ ഇവരെ ഇത് നിങ്ങളുടെ ഏജൻസിയുടെ പേര്? ഓക്കെ. അപ്പം ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏതെല്ലാം ടൂർ ഒക്കെ നടത്തിയതിനും വളരെ സന്തോഷം. ഇനി നമുക്ക് കാണും വീട് നടത്തിയാൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ബ്ലസ്സൻ. അപ്പോൾ താങ്ക് യു. ഓക്കെ, ഓക്കെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി. നമസ്കാരം.